ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് കുട്ടികൾക്കും ചോക്ലേറ്റ് ലവേഴ്സിനും ഒരുപാട് ഇഷ്ടമുള്ള ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു 150 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടറാണ് എടുത്തിട്ടുള്ളത്. അതൊരു 100 ഗ്രാം ബട്ടറും ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ടയും 1 ടീസ്പൂണോളം വാനില എസൻസും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണത്. ഒരുപാട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. അപ്പം പഞ്ചസാര മുട്ട ഒന്ന് അലിയണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ചെയ്ത് വെച്ചത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്ത് അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ കൊക്കോ പൗഡറും 1 നുള്ളു ഉപ്പും ചേർത്ത് അരിച്ച് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഞാൻ ഉപയോഗിക്കുന്നില്ല. സാധാരണ കേക്കിൻ്റെ ബാറ്റർ മാതിരി ഇച്ചിരി കട്ടിയായിട്ടായിരിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. ഒരു 10 മിനിറ്റ് മുമ്പ് അലുമിനിയം പാത്രം ഞാൻ ചൂടാവാനായിട്ട് ഒരു മീഡിയം ഹീറ്റിൽ ഗ്യാസ്മ വെച്ചിട്ടുണ്ട്. ഇനി ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ അലുമിനിയം പാത്രത്തിലേക്ക് ഇറക്കി കൊടുക്കുക. ഒരു മീഡിയം ഹീറ്റിൽ ഒരു 35-40 മിനിറ്റിന് നേരം കൊണ്ട് അടപ്പത്ത് വെക്കുക. എനിക്കൊരു 40-45 മിനിറ്റ് നേരമൊക്കെ സമയം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുപ്പിൻ്റെ ചൂടിനനുസരിച്ചായിരിക്കും വേവ്. ബ്രൗണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതുകൊണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.